ബിജൂസ് PSCയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നവോത്ഥാന നായകന്മാരിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ ഇനിയും ബാക്കി ഒരുപാട് പറയാനാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഞാൻ പുസ്തകങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകങ്ങൾ പറഞ്ഞില്ല, അദ്ദേഹം ജനിച്ചതും മരിച്ചതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും അല്ലേ, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠകളും ഒക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു പോയത്. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം, ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നാണ്. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ല എന്ന് വിചാരിക്കാം. കാരണം വഞ്ചിപ്പാട്ടാണ്. രാമപുരത്ത് വാര്യരാണ് നമ്മൾ വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ രീതിയിലും വഞ്ചിപ്പാട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേര് തന്നെ രാമപുരത്ത് വാര്യരുടെയാണ്. എന്നാൽ ഇദ്ദേഹമാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയത്. അപ്പോൾ ശ്രീനാരായണ ഗുരു എഴുതിയ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഇത് അദ്ദേഹം ചട്ടമ്പി സ്വാമിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ചട്ടമ്പി സ്വാമി മരണമടയുന്ന സമയത്ത് ശ്രീനാരായണ ഗുരു ഒരു പുസ്തകം എഴുതുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് വേണ്ടി ഒരു കണ്ടോളൻസ് പറഞ്ഞുകൊണ്ട് നവമഞ്ചരി. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ മരണസമയത്ത് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയൊരു പുസ്തകമാണ് നവമഞ്ചരി എന്ന് പറയുന്നത്, നവമഞ്ചരി. പിന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ട്, നമ്മുടെ ആത്മോപദേശക ശതകം. ആത്മോപദേശക ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണല്ലോ അത്, അല്ലേ? 1897 പ്രസിദ്ധീകരിച്ച പുസ്തകം. 1897 ആത്മോപദേശക ശതകം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നീട് ഈ പുസ്തകം നമ്മുടെ നടരാജഗുരു എന്ന് പറയുന്ന ഡോക്ടർ പൽപൂൻ്റെ മകനാണ് നടരാജഗുരു. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനൊക്കെ ആയിട്ട് മാറുന്നുണ്ട് അദ്ദേഹം സെന്റിലോക്കി ഓഫ് ദി സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ആത്മോപദേശക ശതകം മറ്റ് ഒരുപാട് ഭാഷകളിലേക്ക് ആ പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് സെന്റിലോക്കി ഓഫ് ദി സെൽഫ് എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്തു, അതിന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ആദ്യം തർജ്ജമ ചെയ്തത് നമ്മുടെ നടരാജഗുരുവാണ്, ഡോക്ടർ പൽപുവിൻ്റെ മകനായ നടരാജഗുരു. അദ്ദേഹമാണ് ഈ നാരായണ ഗുരുകുലം ആരംഭിക്കുന്നത്. 1923 നാരായണ ഗുരുകുലം ആരംഭിച്ചത് നടരാജഗുരുവാണ്. 1923 ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ വളരെ പ്രശസ്തമായൊരു പുസ്തകമുണ്ടല്ലോ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന SNDPക്കാരുടെ പല പരിപാടികളിലും ഇപ്പം നമ്മൾ കേൾക്കുന്നൊരു പാട്ടുണ്ട്, ഇതാണ് ദൈവദശകം. 1914 അദ്ദേഹം ദൈവദശകം രചിക്കുന്ന ദൈവദശകം. അതേതാണ്ട് 100ഓളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ്, അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത്. ഇനി അതുപോലെ ദർശനമാല, അദ്വൈത ദീപിക. അപ്പോൾ ദർശനമാല ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകമാണ്, ഒരു കൃതിയാണ് ദർശനമാല. അതുപോലെ അദ്വൈത ദീപിക അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൃതിയാണ്. പിന്നെ ജനനി നവരത്ന മഞ്ജരി എഴുതിയത് ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ജാതി നിർണയം, ജാതി മീമാംസ ഒക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ജാതി നിർണയം, ജാതി മീമാംസ. ആ ജാതി മീമാംസയിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ പുസ്തകങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പുസ്തകങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ പുസ്തകം ഒന്ന് ഞാൻ പറഞ്ഞത് ഇതാണ്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. പിന്നെ പറഞ്ഞത് നവമഞ്ചരി ചട്ടമ്പി സ്വാമികൾക്ക് കൺട്രോളൻസ് രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയ പുസ്തകമെന്ന് പറഞ്ഞു. പിന്നെ ആത്മോപദേശക ശതകം. പിന്നെ പറഞ്ഞ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ദൈവദശകം, അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു പുസ്തകം എന്ന് പറഞ്ഞ് ഒരു കൃതിയാണ് ദൈവദശകം എന്ന് പറഞ്ഞു. ദർശനമാല, അദ്വൈത ദീപിക, ജനനി നവരത്ന മഞ്ജരി, പിന്നെ ജാതി മീമാംസ, ജാതി നിർണയം. പിന്നെ ശ്രീനാരായണ ഗുരു എഴുതിയ ഏറ്റവും ചെറിയ പുസ്തകം എന്ന് പറയുന്നത്, ആ പുസ്തകത്തിൻ്റെ പേരാണ് അറിവ്. ശ്രീനാരായണ ഗുരു എഴുതിയ ഏറ്റവും ചെറിയ പുസ്തകമാണ് അറിവ് എന്ന് പറയുന്ന പുസ്തകം. അറിവ് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകമാണ്. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, ഗുരു എന്ന് പറഞ്ഞിട്ട്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരു എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളാണ്. കെ
കെ സുരേന്ദ്രൻ്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്, ഒരു നോവലാണ് ഗുരു. അപ്പോൾ ഗുരു എന്ന നോവൽ എഴുതിയത് ആരെന്ന് വെച്ചാൽ അത് കെ സുരേന്ദ്രനാണ്. ഗുരു നോവൽ എഴുതിയത് കെ സുരേന്ദ്രൻ. അതുപോലെ ദി വേർഡ് ഓഫ് ഗുരു, അത് ഞാൻ പറഞ്ഞു നമ്മുടെ നടരാജഗുരുവിൻ്റെ പുസ്തകമാണ് അല്ലേ. നടരാജഗുരുവിൻ്റെ പുസ്തകമാണ് ദി വേർഡ് ഓഫ് ഗുരു. നടരാജഗുരു എഴുതിയ പുസ്തകമാണ്. അതുപോലെ നാരായണ ഗുരുസ്വാമി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് എം കെ സാനുവിൻ്റെ. എം കെ സാനുവാണ് നാരായണ ഗുരുസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയത് എം കെ സാനുവാണ്. അതുപോലെ ഒരു സിനിമ വന്നിട്ടുണ്ടല്ലോ, ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട്. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സിനിമ വരുന്നത് നമ്മുടെ പി എ ബക്കർ ഡയറക്റ്റ് ചെയ്തൊരു പുസ്തകമാണ്. പി എ ബക്കറാണ് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ അടുത്ത കാലത്ത് വന്നൊരു സിനിമയുണ്ട് യുഗപുരുഷൻ, നമ്മുടെ ആർ സുകുമാരൻ ഡയറക്റ്റ് ചെയ്ത. ആർ സുകുമാരൻ ഡയറക്റ്റ് ഒരു സിനിമയാണ് യുഗപുരുഷൻ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള മറ്റ് പുസ്തകങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ചൊരു നോവൽ എഴുതി ഗുരു എന്ന പേരിൽ. ഗുരു എന്ന നോവൽ എഴുതിയത് കെ സുരേന്ദ്രനാണ്. ദി വേർഡ് ഓഫ് ഗുരു എന്ന പറയുന്ന പുസ്തകം എഴുതിയത് നടരാജ ഗുരുവാണ്. അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം എഴുതിയത് എം കെ സാനുവാണ്. നാരായണ ഗുരുസ്വാമി എന്ന പുസ്തകം എഴുതിയത് എം കെ സാനുവാണ്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് 2 സിനിമകളുടെ കാര്യം ഞാൻ പറഞ്ഞു. ആദ്യത്തെ ഒരു സിനിമയുടെ പേര് പറഞ്ഞത് ശ്രീനാരായണ ഗുരു എന്ന് മാത്രമാണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് പി എ ബക്കറാണ്. അടുത്ത കാലത്ത് വന്നൊരു സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷൻ എന്ന സിനിമ ഡയറക്റ്റ് ചെയ്തത് ആർ സുകുമാരൻ എന്ന് പറയുന്ന ആളാണ്. ഇനിയുണ്ടല്ലോ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വാചകങ്ങൾ ഒരുപാട്, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ അല്ലേ. ജാതി മീമാംസയിൽ എന്നൊരു വാക്കിനെ കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു. എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അപ്പം അത് കുറച്ചുകൂടിയൊക്കെ 1-2 സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ അയ്യാഗുരുവും നമ്മുടെ വൈകുണ്ഠസ്വാമിയൊക്കെ പറഞ്ഞത്. അത് ഞാൻ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരുന്ന് നിങ്ങളുടെ സമയത്തെ കളയുന്നില്ല. അത് നിങ്ങൾ മുൻ എപ്പിസോഡുകൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്കത്, ഞാൻ നമ്മുടെ തെക്കാടയ്യ ഗുരുവിനെ കുറിച്ചിട്ടൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വൈകുണ്ഠസ്വാമിയെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ അതെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിന്നീട് നമുക്ക് ജാതിയില്ല എന്നൊക്കെ പ്രഖ്യാപിച്ച ആളല്ലേ. നമുക്ക് ജാതിയില്ല എന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. നോട്ട് ആസ്ക്, നോട്ട് ടു സേ ആൻഡ് നോട്ട് തിങ്ക് അബൌട്ട് കാസ്റ്റ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു. പിന്നെ അതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. ശ്രീനാരായണ ഗുരുവിൻ്റെ വാചകമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. അതുപോലെ മദ്യമതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ശ്രീനാരായണ ഗുരു പറഞ്ഞതാണ്. മദ്യമതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ അവനവൻ ആത്മസുഖത്തിനായി ആചരിച്ചിടുന്നവ അവരന്നു സുഖത്തിനായി ഭവിച്ചിടണം. നമുക്ക് വേണ്ടി നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ സുഖത്തിന് വേണ്ടി കൂടി ആകണം അല്ലേ. അവനവന് ആത്മസുഖത്തിനായി ആചരിച്ചിടുന്നവ അവരന്നും സുഖത്തിനായി ഭവിച്ചിടണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. എന്തൊക്കെയാണ് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. പിന്നെ ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യമതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. പിന്നെ അവനവന് ആത്മസുഖത്തിനായി ആചരിച്ചിടുന്നവ അവരന് സുഖത്തിനായി ഭവിച്ചിടണം. പിന്നെ ഞാൻ പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരെക്കുറിച്ച് പറയുന്നുണ്ട്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മിക്കവാറും എല്ലാ കാര്യങ്ങളും PSC ചോദിക്കുന്ന മിക്കവാറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ശ്രീനാരായണ ഗുരു പ്രൊഫസറായ മറ്റു പല വ്യക്തികളെയും കണ്ട കാര്യം നമ്മൾ പറഞ്ഞു.
പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ അച്ഛൻ്റെ പേര് മാടനാസൻ, അമ്മയുടെ പേര് കുട്ടിയമ്മ, വൈഫിൻ്റെ പേര് കാളി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞപ്പോൾ 1925 ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹം നടന്ന സ്ഥലം സന്ദർശിച്ചതെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് 1924 25 അത് 24 അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അറിയാതെ എൻ്റെ നാക്കിന് പറ്റിയ ഒരു പിഴയാണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം 1856 ആഗസ്റ്റ് 20 ജനിച്ചത്. 1928 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയാകുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ പറയാറുണ്ട് ഫാദർ ഓഫ് കേരള റെനൈസൻസ്, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് കേരള റെനൈസൻസ്, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ ദി ഗ്രേറ്റസ്റ്റ് കേരളൈറ്റ്സ് ഓഫ് 20th century, 20ാം നൂറ്റാണ്ടിലെ മഹാനായ കേരളീയൻ, 20ാം നൂറ്റാണ്ടിലെ മഹാനായ കേരളീയൻ എന്നറിയപ്പെടുന്നു, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഈ ഭാഗത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ പറയാം. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു നവോത്ഥാന നായകനുമായിട്ട് ഞാൻ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. തൽക്കാലം ഇന്ന് മതിയാവും.